21ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസമാണ് നരേന്ദ്രമോദി. നമ്മുടെ മഹാനായ അശോകനും ചന്ദ്രഗുപ്തമൗര്യന് ശേഷം അനവധി 2000 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഇതിഹാസം ഇവിടെ വന്നത്. ഇന്ന് ഭാരതം എന്ന് പറയുന്ന ലോകത്തിന്റെ നമ്പർ 1 രാജ്യമായി മാറാണ്. അതിൻ്റെയൊക്കെ നേതൃത്വം വഹിക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന മഹാനായ ചക്രവർത്തിയാണ്. അല്ലാതെ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയല്ല. ഇന്ത്യ ഗ്രേറ്റ് എംപയർ എന്ന് പറയുന്നത് അശോകനാണ്. ആ അശോകനോടൊപ്പം തന്നെ ലോകത്തെ വിളങ്ങുന്ന ചക്രവർത്തിയാണ് നമ്മുടെ നരേന്ദ്രമോദി. അടുത്ത് നിന്ന് കാണാൻ പറ്റി. ഒരു 50 വർഷത്തേക്ക് പുള്ളി ഇന്ത്യ ഭരിക്കൊണ്ട് തന്നെ അല്ല, എന്നുമ്പ് കണ്ടിട്ടുണ്ട്. നല്ല സന്തോഷമുണ്ട്, നല്ലോണം. ഭയങ്കര സന്തോഷം. ഇത്ര അടുത്ത് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ആദ്യമായിട്ടല്ല, തൃശ്ശൂർ കണ്ടായിരുന്നു. തൃശ്ശൂർ കണ്ടപ്പോൾ ഇത്ര അടുത്ത് കാണാൻ പറ്റിയില്ല. ഇപ്പോൾ കണ്ടതിൽ ഭയങ്കര സന്തോഷം. വളരെ സന്തോഷമാണ്. ഇതിപ്പോ ഞാൻ 6ാമത്തെ പ്രാവശ്യം നരേന്ദ്രമോദിനെ കാണുന്നത്. വളരെ സന്തോഷം. തൃശ്ശൂർ കണ്ട്, എറണാകുളത്ത് 3-5 പ്രാവശ്യം വന്നപ്പോൾ കണ്ട്. നല്ലൊരു പ്രധാനമന്ത്രിയാണ്. ഇനിയും തുടർന്ന് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വളരെ സന്തോഷമാണ്. ഈ പ്രാവശ്യം നമ്മൾ അടിപൊളിയായിട്ട് BJP ജയിച്ചിരിക്കും. അതിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് തൃശ്ശൂരുണ്ടായതും എറണാകുളത്ത് വന്നതും പത്തനംതിട്ട വന്നതും. ഇത്രയും നേരം ആ പുള്ളിയെ കാണാൻ ഞങ്ങളൊക്കെ 11 മണിക്ക് ഇവിടെ വന്ന് പഞ്ഞും പട്ടിണി നിൽക്കുന്ന ആ ഞങ്ങളുടെയൊക്കെ ജീവനാ പുള്ളി. അത് തൃശ്ശൂർ ക്ലിയർ ആയിട്ട് കണ്ടു. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് BJP എന്ന് പറയുന്നൊരു സംവിധാനം ഇവിടെ നിലവിൽ രാഷ്ട്രീയം ഉള്ളിടത്തോളം കാലം BJP അവിടെ ജയിക്കുകയുള്ളൂ. അല്ലാതെ വേറെ സംവിധാനം 101% BJP കേരളം ഘടകം പിടിച്ചിരിക്കും. നല്ലൊരു ആവേശമായിട്ട് മാറിയിട്ടുണ്ട്. കണ്ടത് നല്ല സന്തോഷം. നല്ല സന്തോഷമുണ്ട്. പിന്നെ നല്ല സന്തോഷമുണ്ട്. കണ്ടതിന് വളരെ സന്തോഷമുണ്ട്. തൊട്ടടുത്ത് കാണാൻ പറ്റി. We feel very happy. It is a very golden opportunity. Definitely. Okay, വളരെ സന്തോഷം അദ്ദേഹത്തിനെ കണ്ടതിന്, മോദിജിയെ കണ്ടതിന്. വളരെ ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല ഇനി. ഓക്കെ, താങ്ക് യു. അയ്യോ, ഭയങ്കര സന്തോഷമായി. ഇത്രയും ഒരു ഭാഗ്യം ജീവിതത്തിൽ കിട്ടിയത് ഭയങ്കര ഭാഗ്യം തന്നെ കരുതുന്നു. തൊട്ടടുത്ത് കാണാനും പറ്റി. ഭയങ്കര സന്തോഷമാണ്. നല്ലോണം കണ്ടു. ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രധാനമന്ത്രിയാണ് മോദി. എല്ലാം തൊട്ടടുത്ത് നിന്ന് കണ്ടായിരുന്നു. പൂവരിഞ്ഞു, പൂവ് ശരിക്കും മോദിയുടെ അടുത്ത് തന്നെ ഒന്ന് വീണു. സന്തോഷമായി, വളരെയധികം സന്തോഷമായി. ശ്രീരാമനെ കാണുന്ന പോലെ തോന്നി. അതാണ്, അതിനാണ് ഞങ്ങൾ അത്രയും ദൂരെ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് തൊട്ടടുത്ത് ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റി. ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം വേറൊന്നുമില്ല. സുഖമായിട്ട് കണ്ടു. വളരെ അടുത്ത് വെച്ച് കണ്ടു. സന്തോഷമാണോ? ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അടിപൊളി. പ്രതീക്ഷിച്ചില്ല അത്ര അടുത്ത് കാണാൻ പറ്റും. ഭയങ്കരമായിട്ട് കണ്ടു. നല്ല അടിപൊളി പരിപാടി. മോദിജി നല്ല ലോക നേതാവല്ലേ, ഒരു അവതാര പുരുഷൻ തന്നെയാണ്. ഇന്ത്യ രക്ഷിക്കാൻ വന്ന അവതാര പുരുഷൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി മറ്റൊന്നും പറയാനില്ല. അടിപൊളി പരിപാടി എന്ന് പറഞ്ഞാൽ അടിപൊളി പരിപാടിയിലായിരുന്നോ? ഇത് കൂടെ തന്നെ ഒരു ഇന്ത്യ പ്രധാനമന്ത്രി ഇത്ര അടുത്ത് ഞങ്ങൾ ആദ്യമായിട്ട് കാണുക. വളരെ സന്തോഷം. ഇത് കണ്ടോ? സന്തോഷമായി. അടിപൊളി പരിപാടിയായിരുന്നു. ഇനിയും മോദി കേരളത്തിലേക്ക് വരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഇത്രയും ആവേശകരമായ ഒരു സന്ദർശനമായിരുന്നു ഞങ്ങൾക്ക്. അത് ഏറ്റവും അടുത്ത് തന്നെ കാണാൻ പറ്റി. ഞങ്ങളുടെ പ്രവർത്തകർക്കും എല്ലാം ആവേശം ആയി. അതേ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഇനിയും വീണ്ടും വരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇലക്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ കഠിന പ്രയത്നം ഞങ്ങൾ ചെയ്തിരിക്കും. പിന്നെ മോദിജിയെ കണ്ടിട്ട് എന്താ പറയാ, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. പിന്നെ ഒരു പോസിറ്റീവ് എനർജി, ഫുൾ പോസിറ്റീവ് എനർജിയിലല്ലേ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അടിപൊളി പരിപാടിയായിരുന്നു. ഞങ്ങളുടെ ജീവിതം ഒരിക്കലും മറക്കാത്തൊരു പരിപാടിയാണിത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഭഗവാന് തുല്യം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞങ്ങളിപ്പോ പലതവണയായി വന്ന ഇപ്പൊ ഈ പ്രാവശ്യം നല്ല തൊട്ടടുത്ത് കാണാൻ പറ്റി. ഇപ്പോഴാണ് ശരിക്കും ശ്രീരാമ ഭഗവാൻ നേരിട്ട് വന്ന പോലെ ഭഗവാനെ കാണുന്ന അതേ അനുഭവം. സാക്ഷാൽ ഭഗവാനെ അടിപൊളിയായിരുന്നു. നടന്നു പോകുന്നത് കുറച്ചും കൂടെ നല്ലതായിരുന്നു. പക്ഷെ എന്നാലും കാണാൻ പറ്റില്ല. ജീവിതത്തിൽ ഉണ്ടാകാത്ത അനുഭവങ്ങളായിരുന്നു. ജീവിതത്തിൽ നല്ലൊരു അനുഭവമാണ്. ഇത്രയും വലിയൊരു ഗുരുവിനെ ഇനി ഈ ലോകത്ത് മറ്റാർക്കും ഇതല്ലാതെ കാണാനൊക്കെ തോന്നുന്നില്ലേ? അല്ല, ഈ ജന്മം എനിക്ക് ഭാരതമാതാക്കി കാലത്ത് ജീവിക്കാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷമാണ്.
ഈ മോദിയുടെ ജന്മകാലത്ത് എനിക്കും ജീവിക്കാൻ പറ്റിയ ഒരു സന്തോഷം. പിന്നെ സന്തോഷമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അത്ര അടുത്ത് നമ്മുടെ പ്രധാനമന്ത്രിനെ അടുത്ത് കാണാൻ പറ്റിയില്ലേ. ഞങ്ങളൊക്കെ രാവിലെ തുടങ്ങി 3 മണിയായി പോലും വന്നിരിക്കണേ കാണാനായിട്ട്. പിന്നെ ആണോന്ന് മൊത്തം പോസിറ്റീവ് എനർജി അല്ലേ. പിന്നെ അടിപൊളിയല്ലായിരുന്നോ? ഇതുപോലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ ഒരു മുഹൂർത്തം കിട്ടുന്നത്. കുറെ നാളത്തെ ആഗ്രഹമാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിനെ കാണുക എന്നുള്ളത്. ഇന്നൊരു അവസരം കിട്ടി. അതിന് ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങള്. തീർച്ചയായിട്ടും. പക്ഷെ നടന്നു പോകണമെന്നായിരുന്നു ആഗ്രഹം. അദ്ദേഹം നടന്ന് കാണണമെന്നായിരുന്നു ആഗ്രഹം. അത് സാധിച്ചില്ല. പക്ഷെ എന്നാലും കണ്ടതിൽ വളരെ സന്തോഷം. ആക്ച്വലി നടന്നു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാലും ഐ കൈൻഡ് ഓഫ് ഫീൽ ബ്ലെസ്ഡ്. താങ്ക് യു. ഗംഭീരം അടിപൊളി. നമ്മൾ ഇത് ആദ്യമായിട്ടാണ് കാണാൻ പറ്റിയത്. കണ്ടതിൽ വളരെ സന്തോഷം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ നമ്മളെ പ്രത്യേകിച്ച് ഇതിനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജനത്തിരക്കം കണ്ട ചാനൽസിനെ അറിയാലോ എത്രമാത്രം അതേ ശക്തമായിട്ട് ഇപ്പോൾ ഇന്ത്യയെ ഭരിക്കുന്ന നമ്മുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും നരേന്ദ്രമോദിനെ ഇതുപോലെ ഒരു മനുഷ്യനെ ജീവിതത്തിൽ ഈ കൂട്ടം ജനലക്ഷങ്ങളുടെ കൂട്ടമാണ് ഇതിന്റെ ഏറ്റവും വലിയ പോയിന്റ്. സന്തോഷം. നല്ലതായിരുന്നു. നല്ല കാണാൻ പറ്റില്ല. പൊളിയായിട്ട് കാണാൻ പറ്റി. അടിപൊളി. അടിപൊളി. 4 മണിക്കൂർ വെയിറ്റ് ചെയ്തു കാണാൻ പറ്റി. നന്നായിട്ട് കാണാൻ പറ്റി. സന്തോഷം, വളരെ സന്തോഷം. ഇല്ല പ്രതീക്ഷയില്ലായിരുന്നു. തൃശ്ശൂർ പോയിട്ട് കാണാൻ പറ്റിയില്ലായിരുന്നു. ഇവിടെ നിന്ന് കാണാൻ പറ്റി. വളരെ സന്തോഷം. കാണാൻ പറ്റി. ഞങ്ങൾക്ക് ഇതറാൻ പറ്റി. ഇത്ര അടുത്ത് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇത്ര അടുത്ത് കാണാൻ പറ്റി. വളരെ സന്തോഷം. വലിയ സന്തോഷമായി. ഞങ്ങൾ ഇത്ര അടുത്ത് കാണുമെന്ന് പ്രതീക്ഷിച്ചല്ല വന്നത്. കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. 3:30 ആയപ്പോൾ തൊട്ട് ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. ഏതായാലും ഞങ്ങൾ അതൊരു മടുപ്പായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങൾ പ്രധാനമന്ത്രിയെ ഞങ്ങൾ നേരിട്ട് തന്നെ കണ്ടു. നല്ല സന്തോഷമായി. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ അങ്ങ് ദൂരെ വന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയെ കാണാൻ പറ്റി. നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇത്രയും അധികം BJP ജനങ്ങളുണ്ടെന്ന് ഇന്ന് ഇത് ഞങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ പറ്റി. BJP ഇവിടെ വീണ്ടും കേരളത്തിൽ ഒരു സീറ്റെങ്കിലും പിടിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. ഭയങ്കരമായിട്ട് മനുഷ്യന്റെ ഓരോ സമയത്തുള്ള യോഗം പോലെയാണ്. പവർ നരേന്ദ്രമോദി സാറിനെ ഒന്ന് കാണാൻ പറ്റിയത് നമ്മുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പറയാൻ പറ്റില്ല. ഇതുപോലൊരു യുഗപുരുഷനെ കാണാൻ പറ്റിയ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നന്നായിട്ട് തന്നെ കാണാൻ പറ്റി. ഒത്തിരി സന്തോഷം. ഞങ്ങളൊക്കെ ഇടുക്കിയിൽ നിന്ന് അങ്ങേ അറ്റത്തുനിന്ന് വരുന്ന ആൾക്കാരല്ലേ. അപ്പം നമുക്കിതൊക്കെ ഒന്ന് കാണാൻ പറ്റുക, ഒരു അവസരം കിട്ടുന്നത് ഭയങ്കര ഭാഗ്യമാണ്. മോദിജിയെ കാണാൻ പറ്റിയത് ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല മനോഹരമായിരിക്കും. നല്ല രസമുണ്ട് കാണാൻ തന്നെ. ടിവിയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇന്നാ നേരിട്ട് കണ്ടത്. ഇത്ര ഐശ്വര്യം ഉള്ള ഒരു മുഖം ഇന്നേ വരെ കണ്ടിട്ടില്ല. സ്വപ്നത്തിൽ പോലും ഞങ്ങളിങ്ങനെ വിചാരിച്ചില്ല. ഒരു പവറാണിത്. അതെ, കേരളത്തിലെ ജനങ്ങൾ മാറും. കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കും. അതെ, ഭാരതത്തിന്റെ പവറാണ്, ജനങ്ങളുടെ പവറാണിത്. കാണണം. കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടം. വളരെ സന്തോഷം. ഒരുപാട് സന്തോഷം. എന്റെ ഈശ്വരൻ കഴിഞ്ഞ അടുത്ത ഈശ്വരൻ മോദി തന്നെയാണ്. സന്തോഷമുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് കണ്ടാല് ഞങ്ങളെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് വേണ്ടി നടക്കണേ, ജനങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി നടക്കണയാണ്. അതിനു വേണ്ടി ജീവിക്കുന്നതാണ്. വളരെ സന്തോഷം. എല്ലാം അടിപൊളി. നമുക്ക് ഇനിയും നല്ല ശക്തമായിട്ട് BJP നിന്ന് കയറണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് BJP കയറണം. മോദി നല്ല അടിപൊളി. ഇത്ര നല്ലൊരു പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യയിൽ ഇത്ര നല്ലൊരു പ്രധാനമന്ത്രി ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് അനുഗ്രഹം പോലെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.